ഡെലിവറി ഏരിയ ഇതാണല്ലോ കാണിച്ചത്. ഇതായിരിക്കും. ഏതോ ഫാക്ടറിയോ ഗോഡൌണോ? ഞാനൊരു പണിയേറ്റെടുത്താ. അത് കൃത്യമായിട്ട് ചെയ്തിരിക്കുമെന്ന് നിനക്കറിയാലോ. പറഞ്ഞ സമയത്ത് പറഞ്ഞ കപ്പലിൽ ചരക്ക് ആഫ്രിക്കയിൽ എത്തിയിരിക്കും. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. കോളിംഗ് ബെല്ലും ഇല്ല. സർ, ഫുഡ് ഡെലിവറി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? സർ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മീരയുടെ ശബ്ദം പോലെയുണ്ട്. മീര തന്നെ ആയിരിക്കോ? ഇവിടെ ആരും ഇല്ലേ സർ? സർ, മീര തന്നെയാ. എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കാന്ന് അവളെങ്ങനെയൊന്ന് അറിയിക്ക. സർ, ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നത്. സർ, ആരാ? ഫുഡ് ഓർഡർ ചെയ്തിരുന്നില്ലേ? ഡെലിവറി ചെയ്യാൻ വന്നതാ. ഇതാ. സർ, എന്തൊരു ശബ്ദം കേട്ടത്? അതെന്തിനാ നീ അന്വേഷിക്കുന്നത്? ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നതല്ലേ? അത് കഴിഞ്ഞല്ലോ. എന്നാ പോവാൻ നോക്ക്. ഓടി. ഫുഡ് തരാമെന്ന പെണ്ണിനെ എവിടെ സിഗ്നൽ കൊടുത്തതാ? അത് മനസ്സിലായി. ലോഡ് അയക്കുന്നതിന് മുന്നേ ഇവളങ്ങ് തീർത്ത് കളഞ്ഞേക്ക്. ഇവിടെ വെച്ച് വേണ്ട. ബോട്ടിൽ കയറ്റിക്കൊണ്ടുപോയി പീസ് പീസാക്കി വെട്ടി നടുക്കടലിലെറിയണം. മീനുകൾ നിന്ന് തീർത്തോളും. പിടിച്ച് വണ്ടി കയറ്റടാ. പറയും മീര. ആയിഷ, പാറുവിനെ നീ എവിടെയാ ഡ്രോപ്പ് ചെയ്ത്? അവളുടെ ഗാർമെന്റ്സിന്റെ മുന്നിലാണോ? എന്താ മീര പറ. അവളുടെ ഗാർമെന്റ്സിന്റെ മുന്നിൽ തന്നെയാണോ ഡ്രോപ്പ് ചെയ്തത്? അല്ല പിന്നെ ഒരു ഫാക്ടറി പോലൊരു സ്ഥലത്താ. ഫാക്ടറി ആണോ ഗോഡൌൺ ആണോന്ന് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. നീ എന്തിനാ അവൾ അവിടെ ഇറക്കി വിട്ടത്? ഞാൻ ഇറക്കി വിട്ടതല്ല. അവള് ജോലി ചെയ്യുന്ന ഗാർമെന്റ്സിന്റെ വണ്ടി എവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഡ്രൈവറെ അവൾക്ക് പരിചയമുണ്ടത്രേ. അതില് പോയിക്കോളാന്ന് അവളാ പറഞ്ഞത്. അല്ല എന്താ മീര? എടി എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നോ? നീ പറഞ്ഞ ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ അടുത്ത് നിന്നാ ഞാനിപ്പോ സംസാരിക്കുന്നത്. ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയതാ. ഞാൻ അവൾക്ക് കൊടുത്ത ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നു. അകത്തുനിന്ന് എന്തോ ശബ്ദവും കേട്ടായിരുന്നു.
അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ അവിടെ ഉള്ള ഒരാൾ എന്നെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി. അയ്യോ, പാർവതി അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൾ എന്തോ വലിയ ആപത്തിൽ പെട്ടിരിക്കുക. എനിക്ക് പേടിയാവുന്നടി. നീ ഒന്ന് പേടിക്കാതിരിക്കെ. നീ അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. പാർവതി, എന്താ മീര? പാർവതിയെ ഗുണ്ടകൾ ഒരു വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. അയ്യോ, നീ ഒരു കാര്യം ചെയ്യ, നിന്റെ ലൈവ് ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്തോ, എന്നിട്ട് അവര് ഫോളോ ചെയ്. ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി. മിണ്ടായിരിക്കടി, അല്ലെങ്കിൽ നിന്റെ പൊള്ളയെ കയറ്റി കളഞ്ഞേ. വണ്ടി കാണുന്നില്ലല്ലോ. അഭ്യാസം നിർത്തി തരാടി. മീര, പാർവതി എവിടെ? ഞാൻ ആ വണ്ടിയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. എനിക്ക് പേടിയാവുന്നടി. അവരുടെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ട്. ഷോ, അവരവളെ കൊല്ലുമെന്നാ തോന്നുന്നത്. എടി, നീ ഒന്ന് പേടിക്കാതിരിക്കെ. ഏത് വഴിയിലൂടെ അവരവളെ കൊണ്ടുപോയത്? ഇതുവരെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ വഴിക്കാ പോയതെന്ന്. നമ്മൾ രണ്ടുപേരും കൂടെ ഒരേ വഴിക്ക് പോകുന്ന ബുദ്ധിയല്ല. ഞാൻ നേരെ പോവാം, നീ ആ വഴിക്ക് പൊക്കോ. കോളെടുക്ക്. കത്തിയുണ്ട. ആ വണ്ടി കണ്ട അപ്പൊ തന്നെ നീ എന്നെ അറിയിക്കണം. ഞാനാണ് കാണുന്നതെങ്കിൽ നിന്നെ അറിയിക്കാം. ശരി. ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോടെ. ആ, ഹലോ. എടി, പേടിക്കണ്ട മീര. അവരധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല. നമ്മൾ അവളെ കണ്ടുപിടിച്ചിരിക്കും. കണ്ണു കണ്ടൂടെ? വണ്ടി എടുത്ത് മാറ്റടി. ആദ്യം സോറി പറയാനുള്ള മര്യാദയെങ്കിലും കാണിക്കും, എന്നിട്ട് കൽപ്പിക്കും. നിനക്കത് ശരിക്കും അറിയില്ല. തനിക്ക് എന്നെ ശരിക്കും അറിയില്ല. വണ്ടി എടുത്ത് മാറ്റടി അങ്ങോട്ട്. ആയിഷ, ഹലോ. വണ്ടി ഇവിടെ ഉണ്ട്. ജെനിഫർ ആ ഗുണ്ടകളുമായിട്ട് വഴക്കിടുവാ. ജെനിഫറോ? അവളെങ്ങനെ അവിടെ എത്തി? അതൊന്നും എനിക്ക് അറിയില്ല. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എവിടെയാ നിങ്ങളുള്ളത്?